നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറക്കാനിരിക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. വളരെ വ്യാപകമായി പല റൂമറുകളും വരും. അതെല്ലാം കൂടി എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ അനുവർത്തിക്കാറുള്ളൊരു നയമെന്ന് പറയുന്നത് നമുക്ക് വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന സോഴ്സുകളിൽ വരുന്നത് മാത്രം വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തവണയും അത് തന്നെയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ പലതും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമുക്ക് വിശ്വാസയോഗ്യം എന്ന് തോന്നിയത് മാത്രം പങ്കുവെക്കുകയാണ്. അതും ചിലപ്പോൾ റൂമർ ആയതുകൊണ്ട് മാറ്റം വരാം. അതങ്ങനെയാണ്. ഒഫീഷ്യലി വരുന്നത് വരെ എന്തും സംഭവിക്കാമല്ലോ. എങ്കിലും ഒരു ചെറിയ ഫിൽട്രൈസേഷനൊക്കെ വെച്ച് നമുക്ക് വിശ്വാസയോഗ്യം എന്ന് തോന്നിയത് മാത്രം പങ്കുവെക്കുകയാണ്. അതിലിപ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത അമയ് റണവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവ് സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അവരുടെ ചീഫ് ഫുട്ബോൾ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള രാഹുൽ ഗിരിയാണ്. അതിൽ റവ് സ്പോർട്സ് നമ്മൾ വിശ്വാസയോഗ്യമെന്ന് നമുക്ക് തോന്നുന്ന ഒരു മാധ്യമമാണ്, സ്പോർട്സ് മാധ്യമമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായിട്ട് അതിൽ പറയുന്നത് അമയ് റണവാഡെ who was on loan at Odisha FC from Mumbai City has joined the Kerala Blasters on permanent deal, a 5-year contract as per sources എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അമയ് റണവാഡെ എത്തി എന്നാണ് പറയുന്നത്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് അദ്ദേഹം ഒഡീഷ എഫ് സിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം അത്. ഇപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള താരം, 27-കാരനായിട്ടുള്ള റൈറ്റ് ബാക്ക് ആയിട്ടുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് 5 വർഷത്തെ കോൺട്രാക്റ്റിൽ എത്തുന്നു എന്ന് റിപ്പോർട്ട് വരുന്നു. ഏതായാലും ഇത് റവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ലൂണയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും. ഇപ്പോൾ പെപ്രയൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ കാര്യം ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. ലൂണയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. മാർക്കസ് മർഹുലാവോയുടെ ആ ചോദ്യം ചോദിക്കുകയുണ്ടായി ഒരു സുഹൃത്ത്. മാർക്കസ് മർഹുലാവോയോട് ചോദിക്കുന്നത്, വിൽ ലൂണ ലീവ് KBFC പ്ലീസ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഈ ആഴ്ചയുടെ അവസാനം, അതായത് ഈ ആഴ്ചയുടെ വരും ദിവസങ്ങളിൽ KBFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാം. ഡോൺ വറി, ലെറ്റ് തിങ്സ് ഗെറ്റ് കൺഫേംഡ്. കാര്യങ്ങളൊന്ന് കൺഫേംഡ് ആയിക്കോട്ടെ, ഒരല്പം വെയിറ്റ് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ലൂണയുടെ കാര്യത്തിൽ പല റൂമറുകളും പ്രചരിക്കുന്നുണ്ട്. ഒന്നും കൺഫേം ചെയ്യാനായിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിലൊരു വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.